ആ ഭാഗം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നവും. നിങ്ങളെ നേതാക്കൾ അവിടെ പോകലുണ്ട്. നിഷേധിച്ചു നിങ്ങൾ, അവരെ വീണ്ടും പരിഹസിച്ചു നിങ്ങൾ. നമ്മളപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു. പിന്നെ നിങ്ങൾ അതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു, വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കൊട്ടുകാരകാരനിട്ട്. ഓൻ തന്നെ ഏത് വൈക്കാ പോയത് ഇപ്പോഴും അഡ്രസ്സില്ല. അതന്നെ നമ്മൾ കൊടുത്ത് ഏൽപ്പിച്ച സാധനം. പിന്നെ നോക്കുമ്പോ അതിന്റെ വ്യക്തത വരുത്തൽ അനിവാര്യമായി. അപ്പൊ പിന്നെന്ത് ചെയ്തു? മശായിഖന്മാർ അവിടെ പറഞ്ഞിട്ട് തന്നെ റെക്കോർഡിങ്. മശായിഖന്മാർ ഓരോട് പറയും, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉഷാറായിട്ട് ഇരുന്നോളൂ, ഇതൊന്നും പുറത്തു വിടൂല, ആവശ്യമായി വന്നാൽ ആ സമയത്ത് മാത്രമേ ചെയ്യൂ. അതങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഷാഫി ഇമാമിന്റെ അടുത്ത് ഷൈബാനുർ റാഇ തങ്ങൾ വന്ന സംഭവം പുറത്തായില്ലേ? അന്ന് സാക്ഷികൾ പറഞ്ഞു കൊടുത്തു, അന്ന് വീഡിയോ ഇല്ലല്ലോ. അപ്പൊ പുതിയൊരു സംഭവം എന്നല്ല, ആ സംഭവമാണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി ഇമാം പറയുന്നത്. അവിടെ പോകും, ചോദിക്കും. അതാണ് അബൂ ത്വാലിബുൽ മക്കി തങ്ങളുടെ ഖുദ്ദുൽ ഖുലൂബിൽ എഴുതിയത്. എല്ലാവരും അങ്ങനെ തന്നെ. ഏത് കാലത്തും നിഷേധം വരുമ്പോ അവര് പോയി എന്നത് സാക്ഷികൾ പറയും, അവര് രേഖപ്പെടുത്തും. ഇന്ന് സാക്ഷികൾ പറഞ്ഞാൽ അതും കളവാക്കുന്നത് കൊണ്ട്, ആധുനിക ശാസ്ത്രം വികസിച്ചത് കൊണ്ടും നേരെ രേഖ തന്നെ വന്നു. ഇപ്പൊ ഷാഫി ഇമാമിന്റെ കാലത്ത് വീഡിയോ ഉണ്ടെങ്കിൽ എന്ത് കാണാ? ഷൈബാനുർ റാഇ തങ്ങളുടെ ഹദറത്തിൽ അവർ പോയി ഇരുന്ന് ചോദിക്കുന്നത് കാണാ. പക്ഷെ ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാർ പോലെ പൊട്ടന്മാരല്ലാത്തതുകൊണ്ട് കച്ചവടത്തിനാന്ന് പറയില്ല. കാരണം ചോദിക്കാണ് എന്താ ചെയ്യണ്ടി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ വിഷയത്തിലൊക്കെ അവർക്ക് ആരുടെയും ഒരു ക്രെഡിറ്റും ആവശ്യമില്ല. പക്ഷേ അവരുടെ വിഷയം നിങ്ങളാണ്. ഇപ്പത്തെ അവസ്ഥ എന്താ? AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെ അത്ര വ്യക്തമായിട്ട് പറഞ്ഞു. കുറച്ചങ്ങനെയും കുറച്ചിങ്ങനെയും നടക്കൂല എന്ന് നേരെ മുന്നിൽ നിർത്തിയിട്ട് പറയല്ലേ. ഇതൊക്കെ ഒരു കച്ചവടത്തിൽ വരുന്ന സംഗതികളാണ്. സലഫി ആയിട്ട് കറാമത്തിന്റെ വിഷയത്തിൽ സലഫികളുടെ നിലപാടെടുത്തിട്ട് കാര്യമുണ്ടോ? മടവുവിന്റെ കറാമത്ത് പറയുന്നേ ചെയ്യും. എത്ര ശക്തമായിട്ടാന്ന് കേട്ടോക്കാം നമുക്ക്. അത്രയും കറക്റ്റായി അവര് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അതവോടെ തന്നെ കേൾക്കണം. കാരണം അവര് സംസാരിക്കുന്ന ലോകത്തോടാണ്, ലോകരോടാണ്. അവരെ ഇരിക്കുന്നത് അറശിൽ തന്നെയാണോ? അവരെ ഇരുത്തിയ അറശിൽ അവരിരുന്ന് ലോകത്തോട് സംവദിക്കുകയാണ്. അതാ കാണുന്ന വെറും കസേരല്ലത്. ഔസുല്ലാദം പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഞാനൊരു കാര്യം പറയുമ്പോ എന്റെ സംസാരം കേൾക്കാൻ 60 ലക്ഷം സ്വഫുകൾ ഉണ്ടാകും, ഏറ്റവും ചുരുങ്ങിയത്. ലോകരോടാണ് അവർ സംസാരിക്കുന്നത്. അതൊരു നിയോഗമായി. ഇതെല്ലാം നമ്മളും കേൾക്കേണ്ടിയാണല്ലോ. അപ്പൊ അതബിൽ തന്നെ കേൾക്കണം. ആ അതബിൽ നമ്മൾ കേൾക്കുമ്പോ അത് നേരെ അതിന്റെ അസർ നമ്മളിലേക്ക് വരെ ഉണ്ടാവും. ആർക്കും മനസ്സിലാവും. ബലി പറഞ്ഞ കച്ചവടവും പരീക്ഷണവും കല്യാണമൊന്നും ഇതിലൊന്നും ഇല്ലാന്നും, ഇത് നേർക്ക് നേരെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദീനിന്റെ അധികാരി